ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളായല്ലോ നമ്മൾ നേരിട്ടൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കുറേ നാളായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് കുറേ നാളായി. അപ്പം ഇന്ന് രാവിലെ തന്നെ സൺഡേ ആണ്, നമുക്ക് ജോലിയൊന്നുമില്ല. അപ്പോൾ ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഞായറാഴ്ച ദിവസങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹോണടി കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, രാവിലെ 6 മണിക്ക് തൊട്ടിട്ടുള്ള അലക്കാണ്ട്. അപ്പം നിങ്ങൾ പറയും ഈ ആഴ്ചയിലൊന്നും അലക്കാറില്ലെന്ന്. സത്യം പറഞ്ഞാൽ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് തുണിയൊക്കെ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ ഡെയിലി ഓഫീസിൽ പോകുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അത്. അപ്പോൾ ആഴ്ചയിൽ കുറേ തുണികളൊക്കെ ഉണ്ടാവും കേട്ടോ. ആ കാലത്തെ മുതൽ തുണികൾ അലക്കാൻ ആരംഭിച്ച് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ അതിനുശേഷം വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇറച്ചിയും സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച നേരം വെട്ടം വെളുക്കാൻ കാത്തു വെക്കും, ഓടിപ്പോയി ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്കു നമ്മളുടെ മൂത്ത ആളും കൂടി വേദശത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇളയ ആൾ വേഗം കാര്യങ്ങളൊക്കെ ചെയ്തോളും ആളുടെ. അപ്പോൾ ആൾക്ക് ഒരു ചായ അങ്ങോട്ട് തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ പോയി കഴിഞ്ഞാൽ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ വേഗം ഞാനൊരു വട്ടപ്പാത്രം എടുത്തിട്ട് ചായ തിളപ്പിച്ച് അതിനകത്തോട്ട് ഒഴിച്ച് നമ്മൾ ചൂടാറാൻ വെച്ചേക്കാണ്. അപ്പോൾ വേഗം ആൾക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് വേഗം പോകാമല്ലോ. അപ്പോൾ ചൂട് വാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൻ്റെ അടുത്ത് എന്താണ്ടൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കേണ്ട നമ്മുടെ മിക്കൂസ് രാവിലെ തന്നെ. അപ്പോൾ വെള്ളയപ്പം വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിട്ട് മടിയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട്. എല്ലാ ദിവസവും ആഴ്ചയിൽ ഉണ്ടാക്കണതല്ലേ. അപ്പോൾ ഞായറാഴ്ച നമ്മൾ പൊറോട്ട വെള്ളയപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ആൾ ചായ കുടിച്ചിട്ട് പോയി എൻ്റെ. ഇനിയിപ്പോൾ ആളൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണം. ബാക്കി ഉണ്ടായിച്ച പാലും കൂടി നമ്മൾ വീണ്ടും ചായ തിളപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാനുള്ള ചായ അത് കരിച്ച് വെക്കേണ്ട. ഞാനത്തെ സൈഡിൽ കൂടി ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കേണ്ട നമ്മൾ. അപ്പം മെയിനായിട്ട് അലക്കിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാങ്കറ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ. എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിച്ചത് ഇത് അലക്കാൻ പറ്റുമോ, പണി കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് മെഷീൻ വാഷായിട്ട് ചെയ്തെടുക്കുക. ഡ്രയറിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഓരോന്ന് വെച്ചിട്ട് അലക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് മാത്രമുള്ളൊരു പ്രശ്നം. ഓരോ തുണി കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അലക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഡ്രയറിലിട്ട് ഉണങ്ങി കിട്ടും. വേറെ ഒരു പ്രശ്നമൊന്നുമില്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ധൈര്യമായിട്ട് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ധൈര്യമായിട്ട് പോയി വാങ്ങിച്ചോ, ഞാൻ ഗ്യാരണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സുഖവുമാണ്, നമുക്ക് കിടന്ന് ഉറങ്ങാനൊക്കെ നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ്. മഴയൊക്കെ ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ട. അപ്പോൾ ആ ഒരു പുതപ്പലക്കി കഴിഞ്ഞ് ബ്ലാങ്കറ്റ് നമ്മൾ വിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത ബ്ലാങ്കറ്റാണ് ഇട്ടേക്കണത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 2 ഷെയ്ഡ് കളറിൽ വന്നത്. ഞാനിപ്പോൾ മെറൂണും ഒരു ഗ്രേ കളറും കൂടി ആയിട്ടുള്ളതാണ് കേട്ടോ. അതിനപ്പോൾ അത് അലക്കാനിട്ടേക്കണം. ആ നേരം കൊണ്ട് നമുക്ക് പോയിക്കൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുക. ഞാൻ രാവിലത്തെ ഭക്ഷണമൊക്കെ ഒന്നും രാവിലെ കഴിക്കൂല ഞായറാഴ്ച. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ എവിടെയെങ്കിലും പോയിരിക്കണമെന്നും തോന്നും. അതുകൊണ്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണമൊക്കെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു ചായ കുടിച്ചിട്ട് നമ്മുടെ പണികൾ വേഗം തീർക്കാൻ നോക്കും. അപ്പോൾ അമ്മച്ചിയും പള്ളിയിൽ പോയിക്കണം. ഞാനപ്പോൾ എൻ്റെ ചേട്ടനും കൂടി ഇത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണം. എല്ലാ ആഴ്ചയിലല്ലേ ഈ മനുഷ്യനെ കിട്ടുള്ളൂ. ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ട്. ഇറച്ചിക്കാണെങ്കിൽ കൊടുക്കപ്പോൾ നെയ്യുള്ള ഇറച്ചിയാണ്. ചെമ്മീൻ ഇരിപ്പുണ്ട്. ചെമ്മീൻ ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് ഐസൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചെമ്മീൻ എടുത്തിട്ട് ചെമ്മീൻ അച്ചാറുണ്ടാക്കും. ഉച്ചക്ക് കുറേ ദിവസം വെച്ചിട്ട് ചെമ്മീനും മീൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അച്ചാറിടണമെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോഴാണ് നമുക്ക് ചേട്ടൻ ഇത്തിരി ചെമ്മീൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് റോസ്റ്റ് ചെയ്ത് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാം. പ്രോൺസ് പിക്കിൾ ഉണ്ടാക്കാം. പ്രോൺസ് പിക്കിൾ നല്ല ഫ്രീസായിട്ട് കടൽ ചെമ്മീനാണ് ഇത്. ചേട്ടൻ ബോട്ടിൽ പോയപ്പോൾ കുറച്ച് ചെമ്മീൻ നമ്മൾക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ചെമ്മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഒന്നും കണ്ടെടുക്കുക. നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ അത് അങ്ങനെ സെറ്റായിട്ടിരിക്കട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് നമ്മുടെ ഇറച്ചിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. ഒടുക്കത്തെ നെയ്യാണ് ഇത്. തിന്നും കഴിഞ്ഞാൽ ഇനിറ്റ് പോയി കഴിഞ്ഞാൽ ഇത് തേച്ച് കഴുകണ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്കിഷ്ടമല്ലേ ഇറച്ചി വാങ്ങിച്ചോട്ട് വന്നത്. നോക്കിയാൽ ഭയങ്കര നെയ്യുള്ള ഇറച്ചിയാണ് കേട്ടോ. കാര്യം ഇറച്ചിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും, പക്ഷേ എനിക്കിഷ്ടമല്ല ഈ നെയ്യൊക്കെ ഉള്ള ഇങ്ങനെ ഇറച്ചി. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പാട്ട്? 2 വരി പാടി നോക്കിയതാണ് കേട്ടോ. എങ്ങനെ പറ്റുമോ എന്നുള്ളത്, നമുക്കും പറ്റുമോ എന്നുള്ളത് നോക്കണ്ടേ. അങ്ങനെ രണ്ടാമത്തെ പുതപ്പ് നമ്മുടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അലക്ക് കഴിഞ്ഞപ്പോൾ ഡ്രയറിൽ ഇട്ടിട്ട് അത് ഉണക്കി ഒന്ന് എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിയൊക്കെ വെന്തത് ഉപ്പിലേക്ക് വെക്കാം. ഉപ്പിലേക്ക് നമ്മുടെ ഈ സൈഡിലോട്ടുള്ള വെക്കലാണ് എറണാകുളം സൈഡിൽ. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. ആ ഇറച്ചി കഴുകി അങ്ങോട്ട് കുക്കറിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 2 സവാളയും അരിഞ്ഞിടുക, പച്ചമുളക് ഇടുക,
ഇഞ്ചിയും ഇടാം. എന്നിട്ട് 2-3 വിസിലടിച്ച് കഴിഞ്ഞ് കിട്ടുന്നതാണ് ഉപ്പിൽ വെന്ത ഇറച്ചി. ഉപ്പിൽ വെന്ത ഇറച്ചി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്തോ അത്ഭുതം പോലെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചെയ്ത് നോക്ക്. അപ്പോൾ ചോറ് തിളപ്പിക്കാനുള്ളത് അതും തിളപ്പിച്ച് വെറ്റാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ബ്ലാങ്കറ്റ് വാങ്ങിച്ചത് ഇതാണ് ഫസ്റ്റ് ടൈം വാങ്ങിച്ച് ഞാൻ ട്രയൽ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ ആ റോസ് കളറിൽ പുതപ്പ് വാങ്ങിച്ചത്. ഈ ബ്ലാങ്കറ്റും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇതേ കണ്ട ഇപ്പോൾ ഉണങ്ങിയാണ് നമ്മുടെ കൈ കെട്ടിയേക്കണം. വെയിറ്റ് വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ അടിപൊളിയായിട്ട് ഉണങ്ങി സെറ്റായിട്ട് വരും. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ടൊക്കെ അലക്കാൻ പറ്റും. ധൈര്യമായിട്ട് അപ്പോൾ പോയി വാങ്ങിച്ചോ. അങ്ങനെ അതൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്ട് 6 മണിയായപ്പോൾ തുടങ്ങിയുള്ള അലക്കാണ്. പതുക്കെ ഇങ്ങനെ വിരിച്ച് വരികയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യണോണ്ട് പുറത്തോട്ട് ഓടിപ്പോയി നടപടി ആവില്ല ഇത് വിരിക്കലും എടുക്കലും. അപ്പോൾ ഞാൻ മുമ്പശത്ത് അങ്ങോട്ട് അഴ കെട്ടിയേക്കണം. അവിടെ ഇനിയിപ്പോൾ മഴക്കാലം തീരണ വരെ നമ്മുടെ അഴ മുമ്പശത്ത് ഇങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പം നമുക്ക് ക്ലീനിങ് പരിപാടി കുറേ ദിവസവും എനിക്ക് ഈ അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റണമെന്നുള്ളൊരു ചിന്ത അങ്ങോട്ട് കയറിയിട്ട് ഇടയ്ക്ക് ഈ അഴിച്ചുപണി ഉള്ളതായിരുന്നു എനിക്ക്. പിന്നെ പാടില്ലാണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പറ്റൂല. എപ്പോഴും ചേട്ടൻ എന്നോട് പറയുമായിരുന്നു ഒരു ദിവസം അലമാരി മേത്ത് വീണായിരിക്കും നിൻ്റെ നീ ചാകാൻ പോണേന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ കട്ടിലും മേശയും അലമാരിയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. അതൊരു പെണ്ണുങ്ങൾക്കുടെ ഒരു ബേസിക് നേച്ചറാണെന്ന് തോന്നണം. അപ്പം ഞാനും അങ്ങനെ എല്ലാ മേശയും കസേരകളൊക്കെ ഇങ്ങനെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വയ്യാണ്ടൊക്കെ ആയി പിന്നെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്ക് പിണക്കം കിട്ടാറില്ല. വല്ലയിടത്തും മര്യാദക്കൊക്കെ കിടന്നുവെച്ച സാധനങ്ങളാണ് ഞാനായിട്ട് അഴിച്ചു പറിച്ച്. ഇതിപ്പോൾ അനുചേട്ടൻ എൻ്റെ അഴിക്കലും പറിക്കലും കണ്ടു കഴിഞ്ഞപ്പോൾ ആ വഴി ഓടിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്ക് നിന്ന് വേണം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കാൻ. ഓരോ വശത്തു നിന്ന് തുടങ്ങിയപ്പോൾ എല്ലാം കൂടിയായി ഇരട്ടി പണിയായി. ഇനിയിപ്പോൾ എന്തായാലും മുറിയുടെ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ട് വരാം. അല്ലെങ്കിൽ ഞാനിത് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ വീഡിയോയുടെ മേക്ക് ഓവറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. കിതക്കണ് ശബ്ദം കൊടുക്കാൻ പറ്റണില്ല. പണിയെടുത്തിട്ട് ഊപ്പാടിളക്കി. അങ്ങനെ എല്ലാ കാലത്തൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം പോലെ പണിയെടുക്കാനായിട്ട് കയറുള്ളൂ. കയറുമ്പോൾ 8-ൻ്റെ 16-ൻ്റെ പണിയാണ്. നമ്മളെ കാത്തിരിക്കണം. സംസാരിക്കാൻ പറ്റണില്ല, വോയിസ് കൊടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഞാനിതൊക്കെ വൃത്തിയാക്കിയിട്ട് മേക്ക് ഓവർ സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഓക്കെ ബൈ. അടക്കലും ഒതുക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹാള് മേക്ക് ഓവറാണ് ഈ കാണുന്നത്. കണ്ട ഏകദേശം അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഒരു ദിവസം കിടന്നു കഴിഞ്ഞാൽ പറയാൻ കിടന്നത് ആൺമക്കളുള്ള പിള്ളേരൊക്കെ ഉള്ള വീട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് തകിടം മറിച്ച് വെക്കും. അപ്പോൾ ഞാൻ ഈ മേശയും ഒരിക്കലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്നേരം ഇറങ്ങി ഓടിപ്പോയ മനുഷ്യൻ ദേ ഇപ്പോൾ വന്ന് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നിരുന്നു ഭക്ഷണം കഴിക്കുന്ന രംഗമുണ്ട് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മുടെ പണി തീർന്നിട്ടില്ല. നമ്മുടെ അടുക്കള ആ ഹാളിൻ്റെ പരിപാടിയും വൃത്തിയാക്കൽ ഇറച്ചി വേവിക്കൽ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളൊരു സാധനം കാലത്ത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ലേ, നമുക്കിനി അത് വൃത്തിയാക്കി എടുക്കണം. ഇനി ഇപ്പോൾ അടുത്ത പരിപാടി അതാണ് കേട്ടോ. നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ അമ്മി ചടക്കടന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ നടക്കുകയാണ് കാലത്ത് തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഭക്ഷണമൊന്നും ഇത്ര നേരമായിട്ട് കഴിച്ചിട്ടില്ല. ഏകദേശം ഒരു 12 മണിയാണ്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇരിക്കണത് ഐസൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുക്കണം. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണികളെ ഏകദേശം ഓൾമോസ്റ്റ് കഴിയും കേട്ടോ. അപ്പം നമ്മൾ പുറത്ത് പോയി നിന്നിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ആ ഷീറ്റിൻ്റെ അടിയിൽ പോയി നിൽക്കാം. അപ്പോൾ പിന്നെ മഴ പെയ്താലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സേഫായിട്ട് നിൽക്കാം. എനിക്കിതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഗൈസ്. ഒരു സിംഗിൾ ലൈഫായിരുന്നെങ്കിൽ ഇങ്ങനെ ചെമ്മീൻ കിള്ളി നിൽക്കേണ്ടി വരുമായിരുന്നോ? എല്ലാം വിധിയുടെ വിളയാട്ടം. നമ്മുടെ ചേട്ടൻ ബോട്ടിലൊക്കെ പോകണമായിരുന്നു. നമ്മൾക്ക് ഇങ്ങനെ ചെമ്മീൻ കൊണ്ടുവന്നായിരുന്നു. അപ്പം നമുക്ക് ഒരു ചട്ടി ചെമ്മീനുണ്ടായതുകൊണ്ട് കഴുകി വൃത്തിയാക്കി വന്നപ്പോൾ ദേ ഇത്ര ഉള്ളുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ മഞ്ഞപ്പൊടി മുളക് പൊടി ഒരിത്തിരി മുളക് പൊടി മാത്രം ഇടണുള്ളേ. എന്നിട്ട് മസാലയൊക്കെ പരട്ടിയിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി പോകാം. അപ്പോൾ ഇത് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല സെറ്റായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഞാൻ പല്ല് വെച്ചിട്ടില്ല. പല്ലിലേക്കാൻ ബ്രഷിൽ പേസ്റ്റൊക്കെ എടുത്തിട്ട് പോയേൻ കേട്ടോ. കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ കാലത്തെ ചെമ്മീൻകളിലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോർട്സിൽ പോയി നോക്കണം, എല്ലാവരും കാണണം. ഡോക്ടർ ഷീത്തിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിക്കാൻ നിൽക്കണവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഉപകാരപ്പെടും. ഇനിയിപ്പോൾ നമ്മൾക്ക് പോയി കൂടെ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വേഗം പോയി അടുക്കളയിൽ പോയി ചെമ്മീൻ അച്ചാറൊക്കെ ഉണ്ടാക്കാം.
അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകൊക്കെ വൃത്തിയാക്കി എടുക്കണം. ഇനിയിപ്പോൾ വൃത്തിയാക്കി വെച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ അമ്മച്ചി ഉണ്ടാക്കി തന്ന് നമ്മൾക്ക് ഇനിയിപ്പോൾ അത് അരിഞ്ഞൊക്കെ സെറ്റ് ചെയ്യണം. ദേ എല്ലാ പണിയും ചെയ്ത് വൃത്തിയാക്കിയിട്ട് വെച്ച കുടുംബമുണ്ട്. ദേ ഇവൻ തിരിച്ച് വന്ന് ദേ നശിപ്പിച്ചുകൊണ്ട് ഇടുന്നതിൻ്റെ ആ രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മ എങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ നേരം കൊണ്ട് ദേ വെട്ടി കണ്ടിച്ചൊക്കെ എന്താണ്ടൊക്കെ ഇടുന്നുണ്ട്. നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ വെന്ത് ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടാൻ വേണ്ടിയിട്ട് ഞാനതും അടപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ ചെമ്മിയെ വറുക്കാൻ തുടങ്ങാൻ. അത് ഒരുവിധം ഉപ്പും ഇതൊക്കെ പിടിച്ച് ആയിട്ടുണ്ടാവും. ദേ അടുക്കളയുടെ ഉള്ളിലും കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടപ്പോൾ നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ പച്ചച്ചെമ്മീൻ നേരെ ഇട്ട് വറക്കേണ്ട. ചിലവർ പുഴുങ്ങിയിട്ടൊക്കെ വറക്കും. ഞാൻ പച്ചച്ചെമ്മീൻ നേരെ വറക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ ചെമ്മീൻ അച്ചാറുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം തീരുമല്ലോ നോക്കിയിട്ടാണ് ഞാൻ പച്ചനെ തന്നെ വറക്കുന്നുണ്ട്. പച്ചനെ വെക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പൊട്ടിത്തെറിച്ചാണ്ടില്ലേ. അപ്പം മൂടി വെച്ച് കഴിഞ്ഞിട്ട് വേണോട്ട് വറക്കാനൊക്കെ ഇടാനായിട്ട്. പൊട്ടിത്തെറിക്കലും കാര്യങ്ങളൊക്കെ നിന്ന് കഴിയുമ്പോൾ ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പരിവം. അപ്പോൾ പൊട്ടിത്തെറിക്കലൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്ന് കൈകാര്യമൊക്കെ ചെയ്തോളണം. പൊട്ടിത്തെറിച്ചിട്ട് എന്നെ പറയരുത്. നമ്മൾ ചെമ്മീൻ കിള്ളണ നേരത്തെ എൻ്റെ കണ്ണിൽ പെട്ടതാണ് ഈ വലിയൊരു ചെമ്മീൻ. അപ്പോൾ വറുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം അത് അകത്തോട്ടാക്കിയിട്ടാം. ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് നോക്കി നിൽക്കാനപ്പോൾ ഒന്ന് എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനും പറ്റില്ല. നമ്മളത് വേഗം തിന്നും. പിന്നെ നമുക്ക് പതിരുണ്ട്. അപ്പോൾ പതിരി കുരുമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല വരട്ടി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ വറക്കണേൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെമ്മീൻ അച്ചാറുണ്ടാക്കാൻ ചെമ്മീൻ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കില്ലാതില്ല. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് പോയി നോക്കിക്കോ, ഷോർട്സിലുണ്ട്. ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുസ്റ്റാർഡ് താണ്ട. ഞാൻ മുസ്റ്റാർഡ് ചേർക്കാറുണ്ട്. മുസ്റ്റാർഡ് ചേർക്കുമ്പോൾ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മുസ്റ്റാർഡ് എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടാൽ മതി. അങ്ങനെ നമ്മൾ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ചെമ്മീൻ അച്ചാറ് റെഡിയായിട്ട് ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് പച്ചക്കറി ആയാലും നമുക്ക് സൈഡിൽ ഇതിങ്ങനെ ഒരു കഷ്ണം ചെമ്മീൻ അച്ചാറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോർത്തില്ല. അപ്പം ഞാൻ ചൂടാറ്റിയിട്ട് ഇവിടെ ഇരുന്ന് വേഗം ചൂടാറ്റി വേഗം കുപ്പിലോട്ടാക്കിയിരുന്നുണ്ടെങ്കിൽ ഇത് വന്നും പോയും കോരി തിന്ന് തീർക്കും ഞാനടക്കം. അതുകൊണ്ട് ഞാൻ വേഗം ഇതിൻ്റെ ചൂടാറ്റിയിട്ട് ഒരു ചില്ലും കുപ്പിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നമ്മളതിനകത്തോട്ട് പകർത്തി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം. ബ്രൂണോന് ഞാൻ ഉച്ചക്കുള്ളതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും. പാവം ഇല്ലെന്നുണ്ടെങ്കിൽ ഉച്ച നേരത്തൊക്കെ പട്ടിണിയാണ്. ഞാൻ വരുമ്പോൾ പരാതി സങ്കടമൊക്കെ. അപ്പം ഞാൻ വേഗം അവനുള്ള ചോറൊക്കെ കൊടുത്ത് അവൻ അവിടെ ഒരു വശത്താക്കി കൈയൊക്കെ കഴുകി കുപ്പിയിലോട്ട് നമ്മുടെ ചെമ്മീൻ അച്ചാർ വേഗം പകർത്തി മാറ്റാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം സേഫല്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്കി കൂട്ടണ പോലെ ചെമ്മീൻ അച്ചാർ ഇവർ തിന്ന് തീർക്കും. ഞാനപ്പം കുപ്പിയിൽ മാർക്കൊക്കെ ചെയ്ത് നമ്മുടെ ചെമ്മീൻ അച്ചാർ അതിനകത്തോട്ട് പകർത്തി അത് വെച്ചിട്ടാണ്. വല്ല കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ വീട്ടിലിരുന്ന് ചോറിഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പം എനിക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളും അവർക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞായറാഴ്ച ഉണ്ടാവും. അപ്പോൾ വിപുല സമ്പുഷ്ടമായിട്ടുള്ള ചോറും കറിയൊക്കെ വെച്ച് ചോറൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി ഇപ്പോൾ ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങാൻ പോയി. വല്ല കാലത്തൊക്കെ ഒരു ദിവസം കിട്ടുള്ളൂ നമുക്ക് കിടന്നുറങ്ങാൻ. പിന്നെ ചെക്കൻ്റെ കൂടെ പോയിക്കൊണ്ട് ഒരു ഇത്തിരി നേരം കിടന്നുറങ്ങട്ടെ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.